ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി. അപ്പോൾ ഞാൻ ബസ്സിൽ കയറിയിട്ടായിരുന്നു ഫോട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ളവരെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളിതാ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴും വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കാഴ്ചകളൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അവിടെ കുറച്ച് അടിപൊളി കാഴ്ചകളൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ ഞാൻ വീഡിയോ എടുത്തു. ചെറിയ ക്ലിപ്സ് പോലെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ എന്തോ കട കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടേ കണ്ടു. ഞാൻ ഓർത്തില്ല. പിന്നെ ഞാൻ ബസ്സിലൊക്കെ കയറി. ഞങ്ങളെല്ലാവരും ഉണ്ട്. എൻ്റെ അനിയത്തിയും ഉണ്ട് ഗൈസ്. അപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയും കൂടിയാണ് ഇരിക്കുന്നത് കേട്ടോ. ഞാൻ വീഡിയോസൊക്കെ കുറേ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പാട്ടൊക്കെ കേട്ട് പോവായിരുന്നു. ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ചു. ഡാൻസൊക്കെ കളിച്ച് സെറ്റാക്കി. ഇതിലും ഞാൻ പാട്ട് ആഡ് ചെയ്യുന്നില്ല. കാരണം ഞങ്ങൾ കോപ്പറേറ്റ് വരും. എൻ്റെ ഇതായത് കാരണം എൻ്റെ യൂട്യൂബ് വീഡിയോസിൽ കോപ്പറേറ്റ് വരാൻ ചാൻസസ് ഉണ്ട്. അത് കാരണമാണ് ഞാൻ കണ്ടോ ഗൈസ് ഇങ്ങനെ ഇടുന്നത്, വോയിസ് ഓവർ കൊടുത്തിട്ട് ഇടുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും ഇത് പോകുന്ന ദിവസം അടിച്ച് പൊളിച്ച് പോയി. 1-ാം തീയതി ആയിരുന്നു കേട്ടോ. 1-ാം തീയതി അടിച്ച് പൊളിച്ചു. ഞങ്ങളത് കണ്ടോ. അതതിൻ്റെ എൻ്റെ ഫ്രണ്ട് അങ്ങനെ ഞങ്ങൾ ഇടയിലത്തെ ഒരു സ്ഥലത്ത് ഇറങ്ങിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ആ ഡെസ്റ്റിനേഷനിലെത്തി ഫുഡൊക്കെ കഴിച്ച് സ്വിമ്മിങ് പൂളിൻ്റെ അവിടെ പോയിട്ടോ. അവിടെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ സ്വിമ്മിങ് പൂളിൽ വീഡിയോ ഒക്കെ ഇരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് എന്നെ ഉന്തിവിടാൻ നോക്കിയതാണ് കേട്ടോ ഒരു കുട്ടി. ഞങ്ങളുടെ അവിടുത്തെ ഒരു കുട്ടിയാണ്. ഉന്തിവിടാൻ നോക്കിയപ്പോൾ ഞാൻ ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പാർക്കൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പാർക്കിലൊക്കെ കളിച്ചിട്ട് ഞങ്ങൾ നേരെ റൂമിലെത്തി. അതിൽ പറയുന്നൊന്നും ക്ലിയർ ആയിരുന്നില്ല. അപ്പം ഞാൻ റൂമിലെത്തിയെന്നാണ് ഉദ്ദേശിച്ചത്. റൂമിൽ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ജനലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ തുറന്നൊക്കെ ഉണ്ട്, വിൻഡോസൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. വെറുതെ തുറന്നിട്ട് പിന്നെ അടയ്ക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ അവിടെ അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ട്. ഇവിടെ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ. അത് കാരണം രാത്രിയിൽ വരുമ്പോൾ പേടിയുണ്ടാവും. രാത്രിയിൽ ഒറ്റയ്ക്ക് കിടക്കുന്നവർക്ക് നല്ല പേടിയുണ്ടാവും. പിന്നെ ഞാൻ കുറച്ച് നേരം എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ അതുകൊണ്ട് ഞാൻ എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ആ വാർഡ്രോബിൻ്റെ ഉള്ളിൽ വെക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ തുറന്ന് വെക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ അതൊക്കെ തുറന്നിട്ടിട്ട് അതിനുള്ളിൽ ബാഗ് വെക്കാൻ പോവാണ്. എന്നാലും നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി ഗൈസ്. ഇപ്പം ഞങ്ങളുള്ളത് അട്ടപ്പാടി റിസോർട്ടിലാണ്. ഞാൻ കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറേ ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ അടിപൊളി സീനറി ആയിരുന്നു. അവിടെ കല്യാണം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഇവിടെയുള്ള ഒരാളുടെ കല്യാണമായിരുന്നു. അപ്പോൾ അതിന് പോയി. അവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾ മാജിക് ഷോ കണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ മാജിക് ഷോ കുറേ നേരം കണ്ടു. എനിക്ക് ബോറടിച്ചപ്പോൾ ഞാൻ അമ്മേൻ്റെ അടുത്ത് വീഡിയോ കൊടുത്തിട്ട് പോയി. അമ്മയായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. എല്ലാം സെറ്റായിരുന്നു. പിന്നെ ഞാൻ സ്വിമ്മിങ് പൂളിലേക്ക് പോയായിരുന്നു. കുറേ നേരം കളിച്ചു. കാരണം ഞാൻ സ്വിമ്മിങ് പൂളൊക്കെ കുറേ ആയി. കണ്ടിട്ടില്ല ഇതുവരെ. കണ്ടിട്ടൊക്കെ ഉണ്ട്. നേരിട്ട് ഇങ്ങനത്തെ വലിയ സ്വിമ്മിങ് പൂൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ, റിസോർട്ടിൽ ഇരുന്നത്. അപ്പം എനിക്കത് കണ്ടപ്പോൾ കുറേ നേരം ഇരിക്കണം തോന്നി. ഞാനും എൻ്റെ ചെറിയ അനിയത്തിയും കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇൻഡോർ ഗെയിംസ് കളിക്കാൻ വേണ്ടി പോയി. അവിടെ ഒരു പാർക്കും ഉണ്ടായിരുന്നു ഗൈസ്. ഇൻഡോർ ഗെയിംസാണ് ആദ്യം പോയി ഞങ്ങൾ കുറേ കളിച്ചിട്ടുണ്ടായിരുന്നു. ഷട്ടിലും കാര്യങ്ങളൊക്കെ. എൻ്റെ കൂടെ വേറൊരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു. ഷട്ടിൽ കളിച്ചു. എൻ്റെ അനിയത്തിയും ഉണ്ടായിരുന്നു. അവളാണ് ഈ കോർക്കൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. 1 2 3 എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കളിച്ചു. ഞങ്ങൾ കുറേ എല്ലാ ഗെയിമും കളിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. പിന്നെ ലിഫ്റ്റിൽ കയറി. അവിടെ തന്നെ ഈ സൈഡായിട്ട് മണ്ഡപത്തിന് നേരെ ഈ സൈഡ് ലിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ കയറി പോവുമായിരുന്നു. ഞങ്ങൾ മുകളിൽ എത്തി. മുകളിൽ അടിപൊളി സീനറി ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. കണ്ടോ ഗൈസ്, ഇത് മുകളിൽ നിന്ന് അടുത്താണ്. അത് കഴിഞ്ഞിട്ട് എല്ലാം അടിച്ച് പൊളിച്ച് റിസോർട്ടിലെല്ലാം അടിച്ച് പൊളിച്ച് തിരിച്ചു വരുമ്പോൾ ഞാൻ ഈ ഒരു ചെറിയ ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ന്യൂഡിൽസ് ഉണ്ടാക്കിയായിരുന്നു. എല്ലാവർക്കും കൊടുത്തു. എല്ലാവരും കഴിച്ചു. ഞാനും കഴിച്ചു. ന്യൂഡിൽസൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാണാം ഗൈസ്. വൈകുന്നേരം ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ഒരു ചായ കുടിച്ചിരുന്നു. സാധാരണ ഞാൻ ചായ കുടിക്കാത്ത ഒരാളാണ്, പക്ഷേ ചായ കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത ദിവസം ഞാൻ റീൽസ് എടുത്തായിരുന്നു. എന്തോ ഒരു പാട്ട്, ധന എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു പാട്ടായിരുന്നു.
ഞാൻ എൻ്റെ റീൽസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി റീൽസ് യൂട്യൂബിൽ പോയി കാണാം. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. എൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ഉടനെ തന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എൻ്റെ അനിയത്തിനെ ക്യൂട്ട് എക്സ്പ്രഷൻ ഫോട്ടോവും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ കാണാം. ബൈ.